Hello friends, today let's do a problem on systematic and non-systematic form. The question is the generator polynomial of 7-4 cyclic code is given by g of x equal to 1 plus x cube. Find code word B for message vector 1011 in non-systematic form and in systematic form. ഓക്കെ, അപ്പോൾ ഒരു 7-4 സൈക്ലിക് കോഡാണ്. അതിൻ്റെ ജനറേറ്റർ പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട് 1 പ്ലസ് എക്സ് ക്യൂബ്. ഇനിയിപ്പോൾ അഥവാ ക്വസ്റ്റ്യനിൽ ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ടില്ല എങ്കിൽ ഒരു 7-4 സൈക്ലിക് കോഡിൻ്റെ ജനറേറ്റർ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇതാണ് 1 പ്ലസ് എക്സ് ക്യൂബ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങാനും ഈ ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു പോളിനോമിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് മെസ്സേജ് സിഗ്നൽ എന്താണെന്ന് തന്നിട്ടുണ്ട് 1011. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോൺ സിസ്റ്റമാറ്റിക് ഫോമിൽ എങ്ങനെയാണ് കോഡ് വേർഡ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മളിതിൻ്റെ ജനറേറ്റർ പോളിനോമിയൽ എഴുതാം. ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ക്യൂബ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ മെസ്സേജ് സിഗ്നൽ ഡി എന്ന് പറയുന്നത് 1011 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ എങ്ങനെ എഴുതും? അതായത് ഇത് ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻസ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. എക്സ് റേസ് ടു 0ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, എക്സ് റേസ് ടു 1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. സോ എക്സ് റേസ് ടു 2ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, എക്സ് റേസ് ടു 3യുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് 0 ഉള്ള ടേംസ്, കോഎഫിഷ്യൻറ്റ് 0 ആയ ടേംസ് എഴുതണ്ട, ബാക്കിയുള്ളത് എഴുതാം. സോ എന്ത് വരും? 1 പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു 0 പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നോൺ സിസ്റ്റമാറ്റിക് ഫോമിൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ? വി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. സോ ആ ഡി ഓഫ് എക്സിൻ്റെ പോളിനോമിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഓഫ് എക്സിൻ്റെ പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ മൾട്ടിപ്ലൈ. ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്നത് മൊഡ്യൂളോ 2 അഡീഷൻ ആണ്. മൊഡ്യൂളോ 2 അഡീഷൻ ചെയ്യുമ്പോൾ രണ്ടെണ്ണം റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് മൊഡ്യൂളോ 2 അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോർ ഓപ്പറേഷനാണ്. മനസ്സിലായോ? എക്സോർ ഓപ്പറേഷൻ ആകുമ്പോൾ എന്താണ് വരുന്നത്? ഓഡ് നമ്പർ ഓഫ് വൺസിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് ഒരു എക്സോർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ടെണ്ണം വരികയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് അങ്ങനെ രണ്ടെണ്ണം റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് റിമൈനിങ് ടേംസ് നമ്മൾ എങ്ങനെ എഴുതണം? പവേഴ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ എഴുതുമ്പോൾ റിപ്പീറ്റഡ് ടേംസ് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി റിമൈനിങ് ടേംസ് പവേഴ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു 3 3 ഉണ്ട്. അപ്പോൾ നമ്മളതിൽ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തു, കാരണം അതിൻ്റെ എക്സോർ എടുക്കുമ്പോൾ 0 കിട്ടും. ഓക്കെ, അപ്പോൾ ബാക്കി റിമൈനിങ് ടേംസ് എഴുതുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 6. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ പോളിനോമിയൽ നമുക്ക് കിട്ടി. ഇതിൻ്റെ കോഡ് വേർഡ് എങ്ങനെ എഴുതും? ഇതിൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതാം. സോ എല്ലാ ടേംസും ഉള്ളതുകൊണ്ട് 1 1 1 1 1 1 1 കോഎഫിഷ്യൻസ് എല്ലാം 1 ആണ്. സോ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ഇനി അടുത്തതിൽ ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നോൺ സിസ്റ്റമാറ്റിക് ഫോമിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്തുനിന്ന് കോഡ് വേർഡ് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. 1011 എന്നുള്ള 1011 എന്നാണ് നമ്മൾ മെസ്സേജ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ആ കോഡ് വേർഡ് നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് സിസ്റ്റമാറ്റിക് ഫോം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സിസ്റ്റമാറ്റിക് ഫോമിൻ്റെ ഇക്വേഷൻ എന്താണ്? വി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു n മൈനസ് കെ ഇൻറ്റു ഡി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. അപ്പം ആർ ഓഫ് എക്സ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഒരു 7-4 സൈക്ലിക് കോഡാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ n ഈക്വൽ ടു 7 ആയിരിക്കും ആൻഡ് കെ ഈക്വൽ ടു 4 ആയിരിക്കും. സോ എക്സ് റേസ് ടു n മൈനസ് കെ ഇൻറ്റു ഡി ഓഫ് എക്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് റേസ് ടു ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് റേസ് ടു 7 മൈനസ് 4 ഇൻറ്റു ഡി ഓഫ് എക്സ് എന്താണ്? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. സോ എക്സ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എന്ന് കിട്ടും. ഇത് ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 3 പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടേമിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ജനറേറ്റർ പോളിനോമിയൽ വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റിമൈൻഡറാണ് നമുക്ക് എടുത്തെഴുതേണ്ടത്. സോ ആ ഒരു ടേമിനെ ജനറേറ്റർ പോളിനോമിയൽ വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും
പവേഴ്സ് ഡിക്രീസിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. എന്നിട്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. സോ എക്സ് റേസ് ടു 6 പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നമ്മുടെ ന്യൂമറേറ്റർ എഴുതി എക്സ് റേസ് ടു 6 പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് റേസ് ടു 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എക്സ് റേസ് ടു 6 കിട്ടാം? എക്സ് റേസ് ടു 3 ഇൻറ്റു എക്സ് റേസ് ടു 3 ആണ് എക്സ് റേസ് ടു 6. സോ ആ എക്സ് റേസ് ടു 3 ഇവിടെ കോഷ്യൻ്റ് ആയിട്ട് എഴുതി. ദെൻ ഈ എക്സ് റേസ് ടു 3 വെച്ച് ഈ ഹോൾ പോളിനോമിയൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ എക്സ് റേസ് ടു 6 പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു 3. ഇനി ഇതിൽ കോമൺ ടേംസ് വരുന്നത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി റിമൈനിങ് ടേംസ് എന്ത് വരും? എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 4. ഇനി എക്സ് റേസ് ടു 3 ഇൻറ്റു എക്സ് റേസ് ടു 2 ആണ് എക്സ് റേസ് ടു 5. സോ ആ എക്സ് റേസ് ടു 2 മുകളിൽ എഴുതി. എന്നിട്ട് ആ എക്സ് റേസ് ടു 2 വെച്ചിട്ട് ഹോൾ പോളിനോമിയലിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 3 പ്ലസ് എക്സ് സ്ക്വയർ. നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് റേസ് ടു 5 ഇവിടെ കോമൺ ആണ്, അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു 3 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി എക്സ് റേസ് ടു 3 ഇൻറ്റു എക്സ് ആണ് എക്സ് റേസ് ടു 4. സോ ആ ഒരു വാല്യൂ നമ്മൾ മുകളിൽ എഴുതി. ദെൻ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 3 എക്സ് റേസ് ടു 4 കിട്ടും. ദെൻ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 1 എക്സ് കിട്ടും. ഇനി വീണ്ടും നമ്മൾ റിമൈനിങ് ടേംസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് ആയിരിക്കും. സോ എക്സ് ക്യൂബ് ഇൻറ്റു 1 ആണ് എക്സ് ക്യൂബ്. സോ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. ഇതിലെ റിമൈൻഡർ നമുക്കപ്പോൾ എന്ത് വരും? 1 ആണ് വരും, കോമൺ ടേംസ് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ആ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ. ഇനി ആ വാല്യൂസ് ഈ വി ഓഫ് എക്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? എക്സ് വി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ മൈനസ് കെ ഇൻറ്റു ഡി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 6 പ്ലസ് 1. എന്നിട്ട് ഈ പോളിനോമിയൽ എപ്പോഴും പോളിനോമിയൽ എഴുതുമ്പോൾ പവേഴ്സ് ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. സോ 1 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 6. ഡിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോളിനോമിയൽ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുന്നത്. പോളിനോമിയൽ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതാം. അപ്പോൾ എക്സ് റേസ് ടു 0ൻ്റെ കോഎഫിഷ്യൻറ്റ് 1, എക്സ് റേസ് ടു 1ൻ്റെ ടേം ഇല്ല, സോ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0. എക്സ് റേസ് ടു 2ൻ്റെ ടേം ഇല്ല, സോ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0. എക്സ് റേസ് ടു 3യുടെ കോഎഫിഷ്യൻറ്റ് 1, എക്സ് റേസ് ടു 4ൻ്റെ ടേം ഇല്ല, സോ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0. എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻറ്റ് 1, എക്സ് റേസ് ടു 6ൻ്റെ കോഎഫിഷ്യൻറ്റ് 1. സോ ഇവിടെ നമ്മൾ നോക്കിയേതാ ലാസ്റ്റ് 4 ബിറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുത്ത മെസ്സേജ് ബിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അത് കറക്റ്റായിട്ട് നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഈ കോഡ് വേർഡിൽ നിന്ന് തന്നെ. അതുകൊണ്ടാണ് ഇതിനെ സിസ്റ്റമാറ്റിക് കോഡ് വേർഡ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നെടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു കോഎഫിഷ്യൻറ്റ് കാണാം, വി ഓഫ് എക്സ് സിസ്റ്റമാറ്റിക് ഫോമിൽ കാണാനായിട്ട് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിനെ ജനറേറ്റർ മെട്രിക്സ് പഠിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഒരു മെത്തേഡും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ ആ മെത്തേഡും ചെയ്യാം. ഓക്കെ, അപ്പം ഇനി ഏതെങ്കിലും ടോപ്പിക്സ് ഈ സൈക്ലിക് കോഴ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. സോ ആ ടോപ്പിക്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.